ഇന്ന് നോമ്പിൽ 13-ാം ദിവസം. നൽകുന്നതിലൂടെ നേട്ടം എന്നതാണ് ധ്യാനത്തിനാധാരമായ വിഷയം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ സമ്പന്നനായ ഒരു യുവാവിനെ നാം കാണുന്നു. അവനെല്ലാം ഉണ്ടായിരുന്നു: സമ്പത്ത്, സ്ഥാനം, ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, എല്ലാം. ഒന്നൊഴികെ നിത്യജീവൻ ഉറപ്പാക്കുവാൻ എന്തു ചെയ്യണം എന്നത്. എന്നാൽ യേശു അവനോട് കൂടുതൽ കുഴയ്ക്കുന്ന ചോദ്യമുയർത്തുന്നു. നിന്റെ എല്ലാ സമ്പത്തും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ പിന്തുടരുക. തൻ്റെ സമ്പത്തുകൾ വിട്ടുകളയാൻ കഴിയാതെ അയാൾ ദുഃഖിതനായി പോയി. ഇതാ പഴയ കുരങ്ങിൻ്റെ കഥ പോലെയാണ്. വായെടുപ്പമുള്ള ഒരു ജാറിൽ വെച്ച ഭക്ഷണം അത് കൈകൊണ്ട് എടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഭക്ഷണം പിടിച്ചു ചുരുട്ടിയ മുഷ്ടി പുറത്തെടുക്കാൻ അതിന് സാധിക്കുന്നില്ല. ലളിതമായൊരു കാര്യം ചെയ്യുന്നതിലൂടെ തൻ്റെ കൈ സ്വതന്ത്രമാക്കാം: വിട്ടുകളയൽ. എന്നാൽ തൻ്റെ കയ്യിലുള്ള ഭക്ഷണം വിട്ടുകളയാൻ അത് തയ്യാറല്ല. യുവാവിൻ്റെ സമ്പത്തിന്മേലുള്ള പിടിയും ഇതുപോലെയാണ്. തനിക്ക് സുരക്ഷയും പ്രസക്തിയും നൽകുന്നുവെന്ന് അയാൾ കരുതിയ ധനത്തിൽ നിന്ന് പിടിവിടാതെ നിത്യതയുടെ വലിയ സന്തോഷം ലഭ്യമാവില്ലെന്ന് അയാൾ എന്തേ തിരിച്ചറിയുന്നില്ല. സമ്പത്തിൻ്റെയും ജീവിത സൗകര്യങ്ങളുടെയും മധ്യയാണ് ഫ്രാൻസിസ് അസീസി ജനിച്ചത്. സുഖകരമായും ആഡംബരമായും ജീവിക്കാമായിരുന്നിട്ടും എല്ലാവരെയും ആശ്ലേഷിക്കുകയും ദരിദ്രരെ സേവിക്കുകയും ക്രിസ്തുവിനെ പൂർണ്ണമായി പിന്തുടരുകയും ചെയ്തു. ദൈവരാജ്യ നിമിത്തം വീടോ ഭാര്യയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന ക്രിസ്തു വചനത്തിന് ഉത്തമ ഉദാഹരണമാണ് ഫ്രാൻസിസ് ഓഫ് അസീസി. എന്താണ് നാം പിടിച്ചിരിക്കുന്നത്? സ്ഥാനമാനങ്ങളോ സൗകര്യങ്ങളോ അഭിമാനമോ ഒന്നിൻ്റെ മേലുള്ള നിയന്ത്രണമോ എന്തു തന്നെയായാലും വിട്ടുകൊടുക്കുന്നത് ഏറെ മെച്ചമായ നിത്യത എന്ന നേട്ടത്തിനും ദൈവത്തോട് ആഴമുള്ള ബന്ധത്തിനും ഉതകും എന്ന് ധ്യാനിക്കാം. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ.